ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ മാൻഹയാണ്. ഈ മാൻഹ ചെയ്യണമെന്ന് വെച്ച് പോൾ ചെയ്തപ്പോൾ അതിൽ കൂടുതൽ പേരും മാൻഹ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് പേരെങ്കിലും മാൻഹ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ എനിമി എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് തുടരുന്നതായിരിക്കും. ഇപ്പോൾ രണ്ടുപേരും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. നമ്മൾ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ 33ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്ത് വെച്ചിട്ടാണ്. നമ്മുടെ ആർത്തർ ആലീസൊക്കെ ഷോപ്പിങ്ങിന് പോയിരുന്നില്ലേ, അതിനുശേഷം അവർ വീട്ടിലേക്ക് വരുന്ന തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തി നോക്കുന്നുണ്ട്. അവർ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വിൻസെൻ്റ് പറയുന്നുണ്ട്, ആർത്തർ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ച സ്ത്രീ ആർത്തറിനോട് പറയുന്നുണ്ട്, നീ ആർത്തർ അല്ലേ, നിന്നെപ്പറ്റി വിൻസെൻ്റ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് സിന്ധിയ ഗുഡ്സ്കി, ഞാനാണ് സൈറസ് അക്കാദമിയുടെ സ്ഥാപകനും ഡയറക്ടറും. അപ്പോൾ സൈറസ് അക്കാദമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാന്ത്രിക കഴിവുള്ളവരെ മാത്രം, അതായത് അവയ്ക്കായ ആളുകളെ മാത്രം ട്രെയിൻ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. പ്രശസ്തമായ പണ്ഡിതന്മാർ, ഗിൽഡ് മാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, റോയൽ ഗാർഡ്സ്, അതുപോലെ മിലിറ്ററി എന്നിവരുടെ പവർ ഹൗസാണ് സൈറസ് അക്കാദമി. ഈ ലോകത്തിൽ സ്വാധീനം ചെലുത്തിയ ഫേമസ് ആയ വ്യക്തികൾക്ക് പോലും സൈറസ് അക്കാദമിയായിട്ട് ബന്ധമുണ്ട്. ഇതാണ് സൈറസ് അക്കാദമിയെ മറ്റു അക്കാദമിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രശസ്തിക്കുള്ള കാരണം. സൈറസ് അക്കാദമിയെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഫൗണ്ടറും ഡയറക്ടറുമായ സിന്ധിയ ഗുഡ്സ്കിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആർത്തറും അതുപോലെ ഡയറക്ടറും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം സിന്ധിയ പറയുന്നുണ്ട്, നൈസ് ടു മീറ്റ് യു ആർത്തർ. അപ്പോൾ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ, ഇവരുടെ കയ്യിൽ കിസ് ചെയ്യണോ അതോ ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കണോ? ഷേക്ക് ഹാൻഡ് കൊടുക്കാം, നൈസ് ടു മീറ്റ് യു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ആർത്തർ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ആലീസ് അവരെ തല താഴ്ത്തി പിടിച്ചോണ്ട് പറയുന്നുണ്ട്, ക്ഷമിക്കണം ഡയറക്ടർ, എൻ്റെ മകനെ മര്യാദ കേടിഞ്ഞ് അവനിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പോൾ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത് എത്ര നേരം ഇങ്ങനെ നിൽക്കണാവോ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അപ്പോൾ സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാനാണ് ഈ വൈകിയ സമയത്ത് വന്ന് ആർത്തറിനെ ബുദ്ധിമുട്ടിച്ചത്. വിൻസെൻ്റ് ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം വിൻസെൻ്റ് ഞങ്ങളുടെ അക്കാദമിക്ക് നല്ല കോൺട്രിബ്യൂഷൻസ് നൽകാറുണ്ട്. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, എൻ്റെ മകൾ പഠിക്കാൻ പോകുന്ന അക്കാദമിയെ ഞാൻ സഹായിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലിലിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് സിന്ധിയ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനങ്ങനെ വിദ്യാർത്ഥികളുടെ കഴിവ് കാണാൻ അവരുടെ വീട്ടിലേക്ക് പോവാറില്ല. പക്ഷേ വിൻസെൻ്റ് പറഞ്ഞു അവൻ്റെ വീട്ടിൽ ഉയർന്ന കഴിവുള്ളൊരു പ്രതിഭ താമസിക്കുന്നുണ്ടെന്ന്. അതെൻ്റെ താല്പര്യത്തെ ഉണർത്തി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് സിന്ധിയ മുത്തശ്ശി ടാബിത്തോട് ചോദിക്കുന്നുണ്ട്, ആർത്തറിൻ്റെ കഴിവ് കാണാൻ പറ്റിയ ഓപ്പൺ സ്പേസ് വല്ലതും ഉണ്ടോ ഇവിടെ? അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, ഉണ്ട്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ആലീസ് ആർത്തറിനെ പിടിച്ചോണ്ട് പോകുന്നു. അപ്പോൾ ടാബിത്ത പറയുന്നുണ്ട്, ഇതുവഴി. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, അതെ, ഇവിടെ മനോഹരമായ കല്ലുകളൊക്കെ വിളിച്ച ഒരു കോട്ടറയാട് ഉണ്ട്, അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവും. അപ്പോൾ ആർത്തർ സിൽവിയോട് പറയുന്നുണ്ട്, സിൽവി നമുക്കിനി അടുത്തൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ സിൽവി ക്യൂ എന്ന് പറയുന്നു. അപ്പോഴാണ് സിന്ധിയ മുത്തശ്ശി സിൽവീനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, വാവ്, മനോഹരമായ മാന ബീച്ച്, ഇത് നിന്റെ അച്ഛൻ്റെ കോൺട്രാക്റ്റിലുള്ളതാണോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അല്ല, സിൽവി എൻ്റേതാണ്, അവൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വിരിഞ്ഞത്. അപ്പോൾ സിന്ധിയ പറയുന്നുണ്ട്, ഇവിടെയുള്ള പ്രഭുക്കന്മാർ കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാന ബീസ്റ്റസിനെ പർച്ചേസ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ഇതുപോലൊരു മാന ബീസ്റ്റിനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് സിൽവിയെ കിട്ടിയത് ഒരു മാന ബീസ്റ്റിൻ്റെ ഗുഹയിൽ നിന്നാണ്. ഇവളുടെ അമ്മ ചെറിയ ചിറകുകളുള്ള ചെന്നായുടെ രൂപത്തിലുള്ള ഒരു മാന ബീസ്റ്റ് ആയിരുന്നു. അവളുടെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം സിൽവിയെ ഞാൻ കൂടെ കൂട്ടി. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഇതാ നമ്മൾ സ്ഥലത്തെത്തി. എന്നിട്ട് കല്ലുകളൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയ ഒരു കോട്ടറാടിയിലേക്ക് ഇവരെത്തിക്കുന്നുണ്ട്. അപ്പോൾ സിന്ധിയ പറയുന്നുണ്ട്, ഇനി കാണാം വിൻസെൻ്റ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന്. വിൻസെൻ്റ് എന്നോട് പറഞ്ഞത് നീ ഒരു ആർഗ്യുമെൻ്റർ ആണെന്നാണ്, പക്ഷേ നിനക്ക് വേറെയും കുറേ കഴിവുകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ കഴിവുകൾ എന്താണെന്ന് പറഞ്ഞില്ല. അത് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നു മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ആർത്തറാണെങ്കിൽ സിന്ധിയ മുത്തശ്ശി പറയുന്നൊന്നും കേൾക്കാതെ കൂളായിട്ട് വേറെന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സിന്ധിയ മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, ഇവനത്ര കൂളാക്കുന്നത് എന്താണ്? ഇവൻ്റെ മനസ്സിൽ ആത്മവിശ്വാസമാണോ അതോ അഹങ്കാരമാണോ? പക്ഷെ ശരിക്കും നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഉച്ചഭക്ഷണത്തിന് എന്തായിരിക്കും? ഗ്രിൽഡ് ഫിഷ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഡയറക്ടർ സിന്ധിയ ആർത്തറിൻ്റെ ഫയർ മാജിക്കും ലൈറ്റനിങ് മാജിക്കും കണ്ടാൽ ഞെട്ടും. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവന് ഈ സ്ഥലമൊന്നും കത്തിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു പുല്ല് പോലും ഇല്ല. ഞാനൊരു പുതിയ സ്ഥലം ഉണ്ടാക്കി, ഹിഹിഹി, ഞാനൊരു ജീനിയസ് തന്നെയാണ്. അപ്പോൾ സിന്ധിയ മുത്തശ്ശി ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, നീ കയ്യിൽ ആയുധങ്ങളൊന്നും എടുക്കുന്നില്ലേ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള വാണ്ട് അഥവാ മാന്ത്രിക വടി അതെടുക്കുന്നില്ലെങ്കിൽ ഞാനും ആയുധമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സിന്ധിയ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പഴയ വേൾഡിലെ ഫസ്റ്റ് കീ ആർട്സിലെ തീയുടെ സ്ഫോടനാത്മക ശക്തിയും വെള്ളത്തിൻ്റെ അനുയോജ്യമായ പ്രതികരണവും വിരിയോൺ മുത്തശ്ശനുമായിട്ടുള്ള ട്രെയിനിങ്ങിൽ എന്നെ സഹായിച്ചു.
അതുമാത്രല്ല എൻ്റെ പഴയ ലോകത്തെ കാറ്റിൻ്റെയും ഭൂമിയുടെയും ശൈലിയിലുള്ള ആയോധന കലാ ടെക്നിക്കുകളും അതിന് സഹായിച്ചു. എന്നിട്ട് നമ്മുടെ ആർത്തർ അവൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം പൊട്ടിക്കുന്നുണ്ട്. അപ്പം രാജാവ് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ ബാലൻസ് ശരിയാക്കുക, ഹൃദയത്തെ ശാന്തമാക്കുക, തുടർന്ന് പ്രാർത്ഥന, കീ ഗേഡ് പോലെ നിങ്ങളുടെ മാനയെ ട്രിഗർ പോയിന്റിലേക്ക് എത്തിക്കുക. ശരീരത്തിനകത്തും പുറത്തുമുള്ള മാനയുടെ മിശ്രിതത്തെ നിയന്ത്രിക്കുക. അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. കോൺജുറേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി അറ്റാക്ക് ചെയ്യാൻ ആർഗ്യുമെന്റിൽ സ്വീകരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണിവ. തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ പഴയ വേൾഡിലില്ലായിരുന്നു. ഇനി ഈ രാജ്യത്തെ ഏറ്റവും മികച്ച അക്കാദമിയുടെ ഡയറക്ടർ എൻ്റെ അറ്റാക്കിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ ആർത്തർ അവൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ കല്ലുകൊണ്ടുണ്ടാക്കിയ കോട്ടറയുടെ പൊട്ടിച്ച് അതിലൊരു കല്ല് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സിന്ധ്യയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സിന്ധ്യ മുത്തശ്ശിയുടെ വിൻഡ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആർത്തർ അയച്ച കല്ലിനെല്ലാം നിർവീര്യമാക്കുന്നു. അപ്പം ആർത്തറും അവൻ്റെ വിൻഡ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് സിന്ധ്യ മുത്തശ്ശിയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷെ നമ്മുടെ ആർത്തറിന് സിന്ധ്യ മുത്തശ്ശിയുടെ പവറുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ തെറിച്ചു പോകുന്നുണ്ട്. അപ്പം ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഫയർ എലമെൻറ്റിനെയും വാട്ടർ എലമെൻറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വിൻഡ് എലമെൻറ്റും അതുപോലെ എർത്ത് എലമെൻറ്റും നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മുടെ സിന്ധ്യ മുത്തശ്ശി അവരുടെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ആർത്തർ തെറിച്ചു വീഴുന്നുണ്ട്. അതിനുശേഷം സിന്ധ്യ മുത്തശ്ശി ഒരു സ്പെല്ല് ചൊല്ലുന്നുണ്ട്. അപ്പം സിന്ധ്യ മുത്തശ്ശിയുടെ 4 വിരലിലും 4 ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ആർത്തർ പറയുന്നുണ്ട്, അവരവരുടെ അടുത്ത സ്പെല്ലും കൂടിയും ഫിനിഷ് ചെയ്തു. എന്നിട്ട് സിന്ധ്യ മുത്തശ്ശി ആ ചുഴലിക്കാറ്റെല്ലാം ആർത്തറിൻ്റെ നേരേക്ക് വിടുന്നു. അപ്പം ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ചുഴലിക്കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എൻ്റെ വിൻഡ് മാജിക് ഉപയോഗിച്ചാൽ അതിനെ നിർവീര്യമാക്കാൻ കഴിയും. അങ്ങനെ ആർത്തർ ആ ചുഴലിക്കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അവൻ്റെ വിൻഡ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് അതിനെല്ലാം നിർവീര്യമാക്കുന്നു. അപ്പം അവൻ്റെ ഡ്രസ്സൊക്കെ കീറുന്നുണ്ട്. അപ്പം സിന്ധ്യ മുത്തശ്ശി പറയുന്നുണ്ട്, കൊള്ളാം, നീ അത് തടഞ്ഞു. നീ നിൻ്റെ എതിരാളികളെ നേരിടുമ്പോൾ നിനക്ക് നിൻ്റെ പവേഴ്സിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ട്. മൊത്തത്തിൽ നിൻ്റെ മാന്ത്രിക പോരാട്ട വീര്യം അസാധാരണമായിരുന്നു. ഇത് നിൻ്റെ അവസാന പരീക്ഷണമായിരിക്കും. ഇതിൽ വിജയിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് സിന്ധ്യ മുത്തശ്ശി ആർത്തറിൻ്റെ മേൽ സൗണ്ട് മാജിക് ഉപയോഗിക്കുന്നു. അപ്പം ആർത്തറിന് ആ സൗണ്ട് സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സൗണ്ട് മാജിക് അവർക്ക് 4 എലമെൻസും കൈകാര്യം ചെയ്യാൻ കഴിയും. അവരൊരു ഡെവിയൻ്റ് ആണ്. 4 എലമെൻസും കൈകാര്യം ചെയ്യുന്ന മേജസിനെയാണ് നമ്മൾ ഡെവിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം സിന്ധ്യ മുത്തശ്ശി റെയ്നോൾഡിനോട് പറയുന്നുണ്ട്, അവനതിൽ വിജയിച്ചു. അവന് വിൻഡ് എലമെൻറ്റിൽ കഴിവ് തെളിയിച്ചതിനാൽ ഞാൻ തന്നെ അവനെ പരിശീലിപ്പിക്കാം. അപ്പം റെയ്നോൾഡ് ചോദിക്കുന്നുണ്ട്, ആർത്തർ, നീ ഫയർ എലമെൻറ്റ് കൂടാതെ വിൻഡ് എലമെൻറ്റും അതുപോലെ എർത്ത് എലമെൻറ്റും എപ്പോൾ പഠിച്ചു? അപ്പോൾ സിന്ധ്യ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത്, അവന് ഫയർ എലമെൻറ്റ് അറിയോ? അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, അതെ, അവൻ ഇന്നലെ ഫയർ എലമെൻറ്റും അതുപോലെ ലൈറ്റനിങ് എലമെൻറ്റും ഉപയോഗിച്ചു. എന്നിട്ട് എൻ്റെ ഗാർഡൻ മുഴുവൻ കത്തിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവന്നത്. അപ്പോൾ സിന്ധ്യ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളെന്തീ പറഞ്ഞു വരുന്നേ? ഈ കൊച്ചുകുട്ടിക്ക് 3 എലമെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, 3 അല്ല 4, എനിക്ക് 4 എലമെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇത് കേട്ടപ്പോൾ നമ്മുടെ സിന്ധ്യ മുത്തശ്ശി ബോധം കെട്ടുകൊണ്ട് താഴെ വീഴാൻ പോകുന്നുണ്ട്. അപ്പോൾ റെയ്നോൾഡ് സിന്ധ്യ മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ സിന്ധ്യ മുത്തശ്ശി പറയുന്നുണ്ട്, നന്ദി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എലനോറ ആലീസിനോട് ചോദിക്കുന്നുണ്ട്, മമ്മ, നമ്മുടെ ചേട്ടൻ ശരിക്കും സ്ട്രോങ്ങസ്റ്റ് ആണോ? അപ്പോൾ സിന്ധ്യ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത്ര ചെറുപ്പത്തിൽ ഇവൻ ഇത്ര സ്ട്രോങ് ആണെങ്കിൽ ഇവൻ വലുതായ ഇതിനേക്കാൾ സ്ട്രോങ് ആവും. അപ്പോൾ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരെയും സമാധാനിപ്പിച്ച ശേഷം വിൻഡ് എലമെൻറ്റും അതുപോലെ എർത്ത് എലമെൻറ്റും എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന കാര്യം അവരിൽ നിന്ന് മറച്ചു വെച്ചതിന് ഞാൻ അവരോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ ആലീസ് പറയുന്നുണ്ട്, ആർത്തർ, ഇനി രഹസ്യങ്ങളൊന്നും വേണ്ട, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളൂ. അപ്പോൾ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അമ്മയുടെ ആ വാക്കുകൾ കേട്ട് എൻ്റെ നെഞ്ചൊന്ന് പെടഞ്ഞു. എനിക്ക് ആ കാര്യത്തിൽ അമ്മയ്ക്ക് പ്രോമിസ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നിട്ട് സിന്ധ്യ മുത്തശ്ശി ആർത്തറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വൃത്തത്തിലുള്ളൊരു കവചം ഉണ്ടാക്കുന്നു. എന്നിട്ട് ആർത്തറിനോട് പറയുന്നുണ്ട്, ഈ മാജിക് ഉപയോഗിച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തുള്ളവർ കേൾക്കില്ല. അപ്പോൾ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സോ ഇവർക്ക് എൻ്റെ മനസ്സ് വായിക്കാൻ കഴിയുമല്ലേ? എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, സത്യത്തിൽ ഞാൻ എൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം എനിക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, പവറും ഇൻഫ്ലുവൻസും. ഞാൻ ശക്തനാവുന്നത് വരെ നിങ്ങൾ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സൈറസ് അക്കാദമിയിൽ ചേരാം. അപ്പോൾ സിന്ധ്യ മുത്തശ്ശി പറയുന്നുണ്ട്, സാപ്പിംഗ് കിണ്ടത്തിലെ രാജാവും രാജ്ഞിയും പോലും എന്നോട് ഇതുപോലെ ഏകപക്ഷീയമായ ഡീൽ വെച്ചിട്ടില്ല. ഞാനൊരു ചെറിയ കുട്ടിയോട് ഡീലിന് തയ്യാറാവുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, സാപ്പിംഗ് കിണ്ടത്തിലെ രാജാവിനേക്കാളും രാജ്ഞിയേക്കാളും ഈ ചെറിയ കുട്ടിയുടെ കഴിവിനെ പറ്റി എനിക്കറിയാം.
അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളത് ചെയ്യുമെന്ന്. ഈ ഡീലിന്റെ അവസാനത്തിൽ ഞാൻ സൈറസ് അക്കാദമിയിൽ പങ്കെടുക്കും. എന്നിട്ട് ആർത്തർ അവൻ സിൽവിയക്ക് കൊടുത്ത പ്രോമിസ് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതം പരമാവധി ജീവിച്ചു തീർക്കാമെന്ന്. എനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ഞാൻ വാക്ക് നൽകിയിട്ടുണ്ട്. സാധാരണ പ്രായത്തിൽ സൈറസ് അക്കാദമിയിൽ ചേരുന്നത് അതിന് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. സാധാരണ പ്രായം എന്ന് ആർത്തർ ഉദ്ദേശിച്ചത് ഇപ്പം ആർത്തറിന് 8 വയസ്സ്. സൈറസ് അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 11 12 വയസ്സുണ്ടാകും. സോ 11 വയസ്സായാലേ അവൻ സൈറസ് അക്കാദമിയിൽ ചേരൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സിന്ധ്യ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ അതിന് 3 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരില്ലേ? അതുവരെ നീ എന്ത് ചെയ്യാനാണ് പ്ലാൻ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആർത്തർ ഈ കാര്യം അവരോട് പറയുന്നു. എനിക്കൊരു അഡ്വഞ്ചർ ആവാനാണ് താല്പര്യം. സോ ഇവിടെ വെച്ച് ഇതിന് 35ാമത്തെ ചാപ്റ്റർ കഴിയാണ്. ഇനി ഇതിന് 36ാമത്തെ ചാപ്റ്റർ വേണമെന്നുള്ളവർ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ കാണാം.